ത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. സദൃശവാക്യങ്ങൾ 11 അധ്യായത്തിന്റെ 12. വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. എന്താണ് വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു? അതെ ദൈവമക്കളെ, ചില സിറ്റുവേഷൻസിലും ചില കാര്യങ്ങളുടെ നടുവിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ജാതികളെ പോലെ അങ്ങോട്ട് സംസാരിക്കരുത്. ചില ഇടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരുന്ന് കൊള്ളണം. ഹല്ലേലൂയ. കാരണം ഇപ്പം നമ്മുടെ നേരെ ഒരാൾ കോപിച്ച് വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈവൻ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ പരസ്പരം ചിലപ്പോൾ നമുക്ക് അങ്ങ് നീരസം തോന്നി ദേഷ്യം വന്ന് നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടാറുണ്ട് അല്ലേ? എങ്ങനെയാണ് അവരിങ്ങോട്ട് അതുപോലെ നമ്മുടെ അവസ്ഥ ചിലപ്പോൾ നമ്മൾ കോപത്തിലൂടെ അവരോട് ആൻസർ പറയുവാൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ അകത്തെ ജഡ അങ്ങനെ പൊങ്ങി വരുവാനിടയായിത്തീരും അല്ലേ? അപ്പോൾ ആ ഒരു കോപത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അധരങ്ങൾ അശുദ്ധിയാക്കി നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ദേഷ്യപ്പെടുവാനൊക്കെ ഇടയായി. പക്ഷെ തിരുവചനം പഠിക്കുന്നത് എന്താണ്? വിവേകമുള്ളവൻ, അതായത് ക്രിസ്തുവിൻ്റെ വിവേകം ലഭിച്ചവൻ എന്താണ്? അവൻ എപ്പോഴും മിണ്ടാതിരിക്കും. കാരണം അവനറിയാം കർത്താവ് അനുവദിക്കാതെ ഒരു മനുഷ്യനും നമ്മുടെ നേരെ നിൽക്കുകയില്ല ദൈവമക്കളെ. അത് മറ്റൊരു സത്യമാണ്. കർത്താവ് അനുവദിക്കാതെ ഒരു മനുഷ്യനും നമ്മുടെ നേരെ ഒരു വാക്ക് സംസാരിക്കാൻ ദൈവം ഇടവരുത്തുകയില്ല. അപ്പം ഇത് കർത്താവ് അറിഞ്ഞിട്ടാണ് കർത്താവ് ഇതിന് ചെയ്യും, മറുപടി കൊടുത്തോളും എന്നൊരു മനോഭാവം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമ്മൾ പല സിറ്റുവേഷനും എന്ത് ചെയ്യും? വളരെ വിവേകത്തോടെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. അമ്മ സ്തോത്രം. പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് ഒരു അറ്റാക്ക് വരിക, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നായിരിക്കാം, പെട്ടെന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ആ ഒരു സിറ്റുവേഷനെ വളരെ നമ്മളായിട്ട് അതിനെ എന്ത് ചെയ്യാണ്? വഷളാക്കി സീനാക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ? നമ്മൾ ചെയ്യുന്നൊന്നെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട് വളരെ ബഹളം ഉണ്ടാക്കി എന്താണ് വളരെ കോപത്തോടെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനം എന്താണ് പറയുന്നത്? നമ്മൾ എന്ത് ചെയ്യുക? മിണ്ടാതിരുന്ന് കൊടുക്കുന്നു പറഞ്ഞ് എല്ലായിടത്തും മിണ്ടാതിരിക്കാനല്ല, വളരെ ആ ഒരു വിഷയത്തെ അതിൻ്റെ രീതിയിൽ നമ്മൾ, അതായത് വളരെ സൗമ്യതയോടുകൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതിനെ കോപിച്ചും അതിനെ അല്ലെങ്കിൽ അതിനെ വളരെ രീതിയിൽ പ്രകോപിതനായി തീരുകയും അതിനെ വളരെ ഇതിലേക്ക് കൊണ്ടുപോകാനോ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ പറയാം, അത് അഥവാ നല്ല സൗമ്യതയോടുകൂടെ ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം ബൈബിൾ പഠിക്കുമ്പോൾ അനേക വ്യക്തി ജീവിതങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. ഇപ്പം ഹന്നയുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഹന്ന എന്ത് ചെയ്തു? തൻ്റെ അവസ്ഥ, തനിക്ക് മക്കളില്ല എന്നുള്ള ആ ഒരു പ്രാണവ അല്ലെങ്കിൽ ആ ഒരു വേദനയിലൂടെ ഹന്ന ദൈവത്തിൻ്റെ അവിടെ ഇരുന്ന് ദൈവസന്നിധിയിലിരുന്ന് തൻ്റെ ദുഃഖം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി തൻ്റെ ഉള്ളം പകരുന്ന സമയം ഏലി പുരോഹിതൻ ഇരുന്നുകൊണ്ട് എന്തൊക്കെയാ പറഞ്ഞല്ലേ? അവളെ മുഷിപ്പിക്കുന്ന രീതിയിൽ, അവൾക്ക് നീരസം ഉളവാക്കുന്ന രീതിയിൽ അവിടെ ഇരുന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. എങ്കിൽ അവൾ ഒന്നെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നമ്മൾ വല്ല ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാനേ? നിങ്ങൾക്കറിയാവോ എൻ്റെ വിഷമം, ഞാനല്ല മക്കളില്ലാത്ത അതായതാ നിങ്ങൾ എന്നെ അവിടെ കടന്ന് ഭയങ്കരമായിട്ട് ഇതാക്കിയാനല്ല ആ ഒരു ഇതിനെ നമ്മൾ ഭയങ്കരമായിട്ട് കോപിച്ച്, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തോടെ ചിലപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? കോപിതരായി തീർന്നാണ്. അത് നമ്മുടെ അനുഗ്രഹത്തിനും തടസ്സമാകുകയാണ് അവിടെ. പക്ഷെ അവിടെ ഹന്ന എന്ത് സ്മൂത്തായിട്ടാണ് അവിടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും എന്താണ് അവിടെ നമുക്ക് കാണുന്നതാണ് അല്ലേ? ദൈവവചനം നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാ രുചി വരുത്തിയതായിരിക്കൊള്ളട്ടെ. അപ്പം നമ്മുടെ ആദരങ്ങൾ തുറക്കുന്നതിന് മുമ്പ്, അതായത് ഈ ലോകത്തിൽ നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മുടെ ഓഫീസിലായിരിക്കാം, നമ്മുടെ ഏത് ശുശ്രൂഷയിലായിരിക്കാം, നമുക്ക് ഇഷ്ടപ്പെടാത്തത് പലതും ഉളവാകും. നമുക്കൊന്നറിയാം, കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല. ഒരു മനുഷ്യൻ എന്നോട് സംസാരിക്കുന്ന ദൈവം അറിയുന്നുണ്ട്. അതായത് എപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഏത് വിഷയത്തിന് ഇന്ന ആളുടെ നടുവിൽ അവരുടെ എൻ്റെ നടുവിൽ കർത്താവ് അങ്ങ് ഉണ്ടായിരിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഹല്ലേലൂയ. അപ്പം ദൈവ സാന്നിധ്യം ആറ് നടുവിലായിക്കോട്ടെ, അവരുടെയും എൻ്റെയും നടുവിൽ അത് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കാര്യത്തെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പം പല സിറ്റുവേഷൻസിലും നമ്മുടെ അതരങ്ങൾ തുറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ദൈവമക്കളെ. ചില ഇടങ്ങളിൽ എന്ത് ചെയ്യുക? വായ സ്വയം കൺട്രോൾ ചെയ്യുക. അതിനുള്ള ശക്തി, അതിനുള്ള കൃപ ദൈവത്തോട് നമുക്ക് ചോദിക്കാം. നമുക്കറിയാം ഒന്നുമില്ല, ദൈവം തന്നെ എന്താണ് വായി തുറക്കാതിരുന്നത് എപ്പോഴാ? എല്ലാവർക്കും അറിയില്ല. 53 നമ്മളവിടെ
വായിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ 6 മുതലുള്ള വചനങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. 7 തന്നെ, അതായത് എന്താണ്, എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. അപ്പൊ കർത്താവ് പോലും എന്ത് ചെയ്തില്ല, ആ ഇത് നമുക്ക് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, സ്തോത്രം, ആ ഒരു മഹാസന്തോഷമോർത്ത്, ആ അപമാനത്തെ അലക്ഷ്യമാക്കി, അല്ലെ, ആ ഒരു സന്തോഷമോർത്ത് താൻ എന്ത് ചെയ്തു, വായ അടച്ചു വെച്ചു, വായ തുറക്കാതിരുന്നു. ആ ഒരു സിറ്റുവേഷൻ എന്തായി തീരുമെന്ന് കർത്താവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിതാവ് അറിയാതെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒന്നും വരികയില്ല, അല്ലെങ്കിൽ പിതാവ് അറിയാതെ ആ പുത്രന് എന്താണ് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിതാവ് ഇന്ന കാര്യം പിതാവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരികയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, മിണ്ടാതിരുന്ന് കൊടുക്കുക, വായി തുറക്കാതെ അവിടെ നിന്ന് കൊടുത്തു, അല്ലേ. അങ്ങനെ നമുക്ക് അതാണ് അവിടെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതിരുന്നിട്ടും എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വായിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം ദൈവമക്കളെ. പല സിറ്റുവേഷൻസിലും നമ്മൾ ചുമ്മാ എല്ലാം കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പിശാച് പല രീതിയിൽ ചിലപ്പോൾ പല രീതിയിൽ ഇപ്പോൾ കുടുംബ വഴക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വരച്ചേർച്ച ഇല്ലാത്തതൊക്കെയും ഒരുക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിയുള്ളത്. അതാണ് ദൈവം നമുക്ക് എന്ത് തന്നേക്കുന്നത്, വിവേകത്തിൻ്റെ ആത്മാവിനെ തന്നേക്കുന്നത്, അല്ലേ. അപ്പം നമ്മൾ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണ്, വിവേകം നൽകുന്നതാണ്, പരിജ്ഞാനം നൽകുന്ന ഒന്നാണ്. അപ്പം നമ്മുടെ സ്ഥാനത്ത് ക്രിസ്തു ആണെങ്കിൽ ക്രിസ്തു അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ചിന്താ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന പല സിറ്റുവേഷനിലെയും നമുക്ക് വളരെ ബാഡാക്കാതെ വേണം അതിനെ നമുക്ക് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും ദൈവമക്കളെ. അതാണ് അതായത് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് കാണാം. ഒരു പരിശുദ്ധാത്മാവ് വന്ന ഒരു വ്യക്തി ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതേപോലെ ഈ ലോകത്തിലെ ഒരു വ്യക്തി ചിലപ്പം ഒരു കുഞ്ഞു വാക്കുകൊണ്ട് ചിലപ്പോൾ ഈ ലോകത്തിലെ വ്യക്തി വളരെ കോപിതനായി തീരാം മേ ബി. പക്ഷെ അതേസമയം പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ച നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരു കുഞ്ഞതൊക്കെയാണെങ്കിൽ നമ്മൾ അങ്ങ് ക്ഷമിക്കും, അല്ലേ. തീരെ വയ്യാണ്ട് അല്ലെങ്കിൽ തീരെ സഖി കിട്ടുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ ചില സിറ്റുവേഷനിൽ വായി തുറന്നു പോകുന്നത്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം. നമുക്ക് കർത്താവ് ചിന്തിച്ചതുപോലെ നമ്മുടെ പിതാവ് അറിയാതെ ഒരു മനുഷ്യന് നമ്മുടെ നേരെ നിൽക്കുകയില്ല, ഒരു മനുഷ്യന് നമ്മുടെ നേരെ എന്ത് ചെയ്യത്തില്ല, വായി തുറക്കുകയില്ല ദൈവമക്കളെ. നമുക്കറിയാം, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ നമ്മൾ എടുത്താൽ മൊർദെഖായിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും, അല്ലേ, നമ്മളെ നമ്മൾ വായിക്കുന്ന ഒരു വചനമാണത്, അല്ലേ. മൊർദെഖായി 3-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണാം, 3:2 മുതൽ രാജാവിൻ്റെ വാതിൽക്കൽ രാജവൃദ്ധന്മാരൊക്കെ ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ടായി. ഹാമാനെ എന്ത് ചെയ്യണം, കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം രാജാവിൻ്റെ ഒരു ഓർഡറാണത്, ഹാമാനെ എന്ത് ചെയ്യണം, കുമ്പിട്ട് ആരാധിക്കണം. പക്ഷെ ആവശ്യമില്ലാത്തതിനും ഇതുപോലെ കാര്യങ്ങൾക്കൊന്നും അവിടെ ദൈവ പൈതല മൊർദെഖായിനെ കിട്ടിയോ? ഇല്ല. മൊർദെഖായി അവിടെ കുമ്പിട്ടൽ. അതാണ് അങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിലും ലോകപരമായിട്ടുള്ള എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ നടക്കും. ഒരുപാട് ഈ ലോകപരമായി സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഇപ്പം തന്നെ മിക്ക വിശ്വാസികളും അവരോട് ഇഴകി ജീവിക്കുന്ന അനുഭവമുണ്ട്. അവരോട് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും പല രീതിയിലും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എനിക്കെല്ലാം പറയാൻ കഴിയില്ല. എങ്കിലും ഞാൻ പറയുന്നത്, ഇപ്പോൾ ഡ്രസ്സിൻ്റെ ആണെങ്കിൽ ഏതുവിധ കാര്യങ്ങളും മിക്ക വിശ്വാസികളും അതിനെയൊക്കെ വളരെ അതിനൊന്നും ഒരു വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കാതെ അവരോടൊപ്പം അവർക്ക് എന്ത് തോന്നും, അവരെന്നോട് പിണങ്ങും. മിക്ക ഫ്രണ്ട്സുകളും അങ്ങനെയൊക്കെ ഉണ്ടാകാം, അല്ലേ. വിശ്വാസി കുഞ്ഞുങ്ങളെന്ന് അവരെപ്പോലെ അവരെപ്പോലെ അത് ശരിയില്ലെങ്കിൽ എങ്ങനെ അവരെങ്ങനത് വിചാരിക്കുന്നൊക്കെ ഓർത്ത് ഈ ലോകത്തോട് ഇഴകി ജീവിക്കുകയും ചെയ്യുന്നു. പക്ഷെ ദൈവ മക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മൾ ഈ ലോകത്ത് ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെ അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനോട് ഇഴകി ജീവിക്കാനല്ല ചിലയിടത്തും നമ്മൾ നോ പറയണം. അവർ ചെയ്യുന്നത് പോലെ എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയില്ല. ചിലത് പറയുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, നോ പറയണം. ചിലത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ വകയല്ല, നമ്മൾ ആ പിതാവിൻ്റെ വകയാണ്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം, ചിലപ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് എല്ലാവർക്കും നീരസം തോന്നും, എന്തും ആയിക്കോട്ടെ, അതൊക്കെ ദൈവം നോക്കിക്കോളും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്, മറ്റുള്ളവർ അറിയുന്നതും.
അല്ലാതെ അവരെടുക്കുന്ന തീരുമാനത്തിനോട് ഒത്തുചേർന്ന് ദൈവത്തിനും എതിരെ നിന്ന് ഒരു ഇഴുകിപ്പോയി ആർക്കും എന്താണ് പറയുന്നത്, അവർക്കും ദോഷം ചെയ്യുന്നില്ല ദൈവത്തെ, അങ്ങനെ ഒരു മനോഭാവത്തോട് നമുക്ക് ജീവിച്ചാൽ നടക്കത്തില്ല ദൈവമക്കൾ. അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ദൈവവചനം ഉണ്ടല്ലേ, ദൈവത്തെയും മാമോനെയും നമുക്ക് ഒരുപോലെ സേവിക്കും. ഈ മാമോൻ എന്ന് പറയുന്നത് എന്താ? സാത്താനാണെങ്കിലും മാമോന്റെ രീതി വരികയാണ്. അതായത് സാത്താന്റെ രീതി പല പല കാര്യങ്ങൾ, പല രീതിയിൽ ഈ ലോകപരമായത് എന്തും സ്തോത്രം, പണമായിരിക്കാം, പല രീതിയിൽ അത് വരാം. അപ്പൊ രണ്ടിനെ നമുക്ക് സേവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ക്രിസ്തുവിനെ നമ്മൾ ഫോളോ ചെയ്യുന്നെങ്കിൽ അതിൻ്റെതായ ദൈവം തന്നിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. വ്യവസ്ഥ വിട്ടിട്ട് തോന്നിവാസം കളിച്ച് സ്തോത്രം പിന്നെ ഞായറാഴ്ച എടുത്ത് ബൈബിളും നടന്നെടുക്കുന്നല്ല ഒരു വിശ്വാസി ഒരിക്കലും. ഹല്ലേലൂയ. ചില കാര്യങ്ങളോട് നമ്മൾ വേർപെട്ടിരിക്കണം. ചിലപ്പോൾ ഡ്രസ്സിങ് ആയിരിക്കാം, ചിലപ്പോൾ എന്തും ആയിക്കോട്ടെ, ചില കാര്യങ്ങളോട് നമ്മൾ എപ്പോഴും ദൈവം തന്നിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് അപ്പുറം നമ്മൾ പോവരുത് ദൈവമക്കളെ. ദൈവം നമുക്ക് ചില കൽപ്പനകൾ തന്നിട്ടുണ്ട്, ചില വ്യവസ്ഥകൾ തന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നൊക്കെ അപ്പച്ചൻ നോക്കും നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരായെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ലോകത്തിലായിരിക്കുന്നത്. അതിൽ മെയിൻ ഒന്നാണ് നമ്മുടെ വായി തുറക്കുക. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം മോശമാക്കാവോ അത്രത്തോളം മോശമാക്കുന്ന വ്യക്തി ജീവിത സ്വഭാവം ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർക്കുണ്ടായിരിക്കാം. പക്ഷെ ദൈവം ഇവിടെ നോക്കിയേ, മൊർദെഖായി അവിടെ ഒരു തീരുമാനമുണ്ടായി, അവനെ കുമ്പിടുന്നു. മൊർദെഖായിനെ കിട്ടിയില്ല. മൊർദെഖായി അങ്ങനത്തെ ഒന്നും എന്ത് ചെയ്യത്തില്ല, കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു. അവൻ ഒരാളെ കുമ്പിടത്തുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ. അവൻ്റെ വാതിക്കൽ ഏത് പ്രശ്നം വന്നാലും ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാതിക്കൽ സ്തോത്ര ദൈവത്തെ ജാഗരിച്ചു പോകുന്ന ഒരു മനുഷ്യനായിരുന്നു മൊർദെഖായി, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ അവിടെ എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. അപ്പോൾ രാജാവിൻ്റെ വാതിൽക്കൽ രാജഭൃത്തന്മാർ മൊർദെഖായി, നീ രാജകൽപ്പന ലംഘിക്കുന്ന എന്ത് എന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞു. ദിവസം പ്രതി ഇങ്ങനെ ചോദിച്ചു, നീ എന്നെ ഇത് ലംഘിക്കുന്നേ, നിനക്ക് എന്നെ ഇത് കഴിയില്ലേ? അപ്പൊ ദിവസം പ്രതി ചോദിക്കുമ്പോൾ എത്രത്തോളം ഒന്നെങ്കിൽ മനുഷ്യനാണ് പ്രഷർ ഉണ്ടായി കാണാം, അല്ല എത്രത്തോളം ആ ഒരു ടെൻഷനും വന്നിട്ടുണ്ടാകാം, അല്ല ദിവസം പ്രതി അങ്ങനെ വന്ന്. അവിടെ അടുത്ത വാക്യം നോക്കി, അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാ നിലനിൽക്കുക. അതായത് അവരുടെ വാക്ക് അവൻ ഇത് കേട്ടില്ല. കാരണം അവിടെ അവൻ എന്തായിരുന്നു, സൈലന്റ് ആയിരുന്നു. നമ്മളെപ്പോലെ കടന്ന് വാ തുറന്ന് അതിനെ എന്ത് ചെയ്യലോ, അവരും തമ്മിൽ അടിപിടിക്കുക ഒന്നും ചെയ്തില്ല. ദൈവകരത്തെ അത് ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ മിണ്ടാതിരുന്നതായിട്ട് നമുക്ക് കാണാം. കേൾക്ക പോലും ചെയ്തില്ല. ദൈവമേ, ഈ ലോകത്തെ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ പലതും നമുക്ക് കേൾക്കാം. ചിലത് നമ്മളെ അങ്ങോട്ട് ഭയങ്കര കോപിതരാക്കുവാനും നമ്മളെ വളരെയധികം നമുക്ക് ഇറിറ്റേറ്റ് തരുന്ന രീതിയിലും നീരസം വരുന്ന രീതിയിലൊക്കെ ദുഷ്ടം കൊണ്ടുവരാം. അപ്പം പല സിറ്റുവേഷനിലും ദൈവ പൈതലായ നമ്മൾ എന്ത് ചെയ്യണം, മിണ്ടാതിരിക്കണം ദൈവമക്കളെ. കർത്താവ് നമുക്കിവിടെ മാതൃക കാണിച്ചു തന്നു. ബൈബിളിൽ നിന്ന് 2 പേരെ നമ്മൾ എടുത്ത് ചിന്തിച്ചു, അല്ലേ? ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് നമുക്ക് വരുന്ന ഏത് സിറ്റുവേഷൻ, ഏത് വിഷയങ്ങളുടെ നടുവിലും ചിലയിടങ്ങളിൽ നമ്മുടെ വായിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. കോപിക്കരുത്. ഹല്ലേലൂയ. അധികം കോപിക്കുന്നത് എന്താണ്, കുല ചെയ്യുന്നതിന് തുല്യമാകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു ഗിരിപ്രഭാഷണത്തിനകത്ത്, അല്ലേ? കൊല ചെയ്യരുത് നിങ്ങൾ കേട്ടിട്ടെങ്കിൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, തൻ്റെ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം എന്തായിരിക്കും, കൊലപാതകനായിത്തീരും. ദൈവവചനം നമ്മളെ അതാണ് ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും എത്രത്തോളം നമ്മുടെ വായിനെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സദൃശവാക്യങ്ങൾ പല ഇടങ്ങളിൽ ആ വചനങ്ങളുണ്ട്. അത് വിവേകമുള്ളവൻ തൻ്റെ അധരത്തെ അടക്കിക്കൊള്ളും, തൻ്റെ അധരത്തെ കാത്തുകൊള്ളുന്നു ബുദ്ധിമാൻ. അതായത് നമ്മുടെ അധരം നമ്മുടെ കൈകളിലാണ്. ഒരു വാക്ക്, അതായത് 139 സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്. എന്താണ്? യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ വരരുത് കർത്താവേ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കർത്താവ് അറിയാതെ ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടണ്ട. നമുക്ക് മാക്സിമം നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതായിക്കൊള്ളട്ടെ. സ്തോത്രം. അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മളെ ചിന്താവിഷയം എന്താണ്? ചിലയിടങ്ങളിൽ നമ്മുടെ അധരങ്ങളെ എന്ത് ചെയ്യുക, അടക്കിക്കൊള്ളുക. ആ ഒരു വിവേക ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആകയാൽ ഈ വചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.